ഉയരട്ടെ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം. പുത്തനുടുപ്പും പുതിയ ബാഗും പുസ്തകവും കുടയുമായി ആദ്യമായി 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്നത് 2.5 ലക്ഷത്തോളം കുരുന്നുകളാണ്. അറിവിന്റെ ആരാമത്തിലേക്ക് പറന്നെത്തിയിരിക്കുന്ന കുഞ്ഞു പൂമ്പാറ്റകളെ വരവേൽക്കുന്ന സുന്ദര നിമിഷമാണിത്. നിറഞ്ഞ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഈ കുഞ്ഞു മക്കളെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി വരവേൽക്കുന്ന ധന്യ മുഹൂർത്തത്തിനാണ് ഈ വേദി സാക്ഷ്യം വഹിക്കുന്നത്. ഒപ്പം മന്ത്രി പി രാജീവും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കുകയാണ്. മഴ മുന്നറിയിപ്പുകളോടെയാണ് പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭം. വേനൽക്കാലത്തെ കടുത്ത ചൂടും ഉഷ്ണതരംഗത്തിനും പിന്നാലെ കഴിഞ്ഞ ഏതാനും നാളുകളിൽ അതിശക്തമായ മഴയാണ് സംസ്ഥാനത്തുണ്ടായത്. പതിവ് പോലെ സ്കൂൾ തുറക്കുന്നതിനൊപ്പം കാലവർഷവും ആരംഭിച്ചു കഴിഞ്ഞു. സ്കൂൾ പ്രവേശനോത്സവം സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചി എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ദീർഘനാളത്തെ അവധിക്കാലത്തിന് ശേഷം വീണ്ടും നിങ്ങൾ സ്കൂളിലേക്ക് എത്തുകയാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ തകർച്ച നേരിട്ട ഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് 2016 പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന രീതിയിൽ ഒരു മിഷൻ പ്രവർത്തനം ഈ രംഗത്ത് നാം ആരംഭിച്ചു. ജില്ലാ തലത്തിലും ബ്ലോക്ക് തലത്തിലും സ്കൂൾ തലത്തിലുമെല്ലാം പ്രവേശനോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. പുതിയ അധ്യയന വർഷത്തിന് നല്ലൊരു തുടക്കം തന്നെ ഉണ്ടാവട്ടെ. കുട്ടികളുടെ വിദ്യാഭ്യാസം പരമപ്രധാനമായി കണ്ടുകൊണ്ടുള്ള നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ കാലത്തെ നേരിടാനുള്ള പ്രാപ്തി കുട്ടികളിലുണ്ടാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. കുട്ടികളുടെ വിദ്യാഭ്യാസം സമൂഹത്തിന്റെ കൂടെ ഉത്തരവാദിത്തമായി മാറി. കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളിലെ അറിവ് മാത്രമല്ല നൽകേണ്ടത്, സമൂഹത്തെപ്പറ്റിയും പ്രകൃതിയെപ്പറ്റിയും അറിവ് നൽകണം. ശരിയായ വഴി അത്തരം കാര്യങ്ങളിൽ പറഞ്ഞുകൊടുക്കണം. 2,44,646 കുരുന്നുകളാണ് ഇക്കുറി 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 1-ാം ക്ലാസ്സിലെത്തുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഇക്കുറി ഉണ്ടായത്. കഴിഞ്ഞ വർഷം 2,98,067 കുട്ടികളാണ് വന്നിടത്ത് ഇത്തവണ 2,44,646 കുറഞ്ഞു. 34,48,553 കുട്ടികളാണ് വിവിധ ക്ലാസുകളിലായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ എത്തുന്നത്. വിവിധ വകുപ്പുകൾ ഏകോപിച്ചുകൊണ്ടാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. ന്യൂസ് 95 എറണാകുളം.